ഒന്നുമില്ല. അമ്മയും അച്ഛനും ചെറുപ്പത്തിലേ ഞങ്ങളെ വിട്ട് പോയതല്ലേ. അവൾക്ക് ചെറുപ്പം മുതലേ വയലൻസ് എന്ന് വെച്ചാൽ പേടിയാ. അതൊന്നും കണ്ട് ശീലമില്ലാത്തോണ്ടാ. ഹേയ്, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ തന്നെയാടാ. അയച്ചി കോക്കക്കോള ആന്റി അല്ലടാ, കോടമംഗലത്തെ ആന്റിയാ സംസാരിക്കുന്നേ. ഇന്ന് വൈകിട്ട് വീട്ടില് ഒരു ലാഞ്ച് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് ഞാൻ സ്റ്റൈലാക്കി പറഞ്ഞതല്ലേ. കേട്ടോ, നീ ഈ കാര്യം ഫർഗറ്റ് ആകാതെ റിമെമ്പർ ചെയ്ത് വിസിറ്റിംഗ് ചെയ്യണം. ഓക്കെ? ഹലോ ഹലോ ഹലോ, എന്റെ വോയിസ് കട്ടിങ് ആയി കേൾക്കുന്നോ? അതെന്താണെന്നോ, ബാറ്ററിയിൽ ഇപ്പൊ 2 വരേ ഉള്ളൂ. എനിക്ക് ഒത്തിരി പേര് ഇൻസൾട്ട് ചെയ്യാനുള്ളോ. ഇൻസൾട്ട് അല്ല, ഇൻവൈറ്റ്. ഓ, അത് ഞാൻ സ്റ്റൈലിൽ പറഞ്ഞതല്ലയോ. വിനോദേ, ഞാൻ നിന്നോട് പിന്നെ ടോക്കാം. ഫോൺ വെക്കുവന്നേ. കേട്ടോ രമേ, ഈ സ്ഥലം ഞങ്ങൾ ആദ്യം വാങ്ങാൻ നോക്കിയത്. എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് വേണ്ടെന്ന് വെച്ചതാ. നിങ്ങളെ പോലെ അല്ലല്ലോ, ഞങ്ങളൊക്കെ വലിയ റിച്ച് അല്ലേ, നമുക്ക് പറ്റില്ലെന്നേ. എന്താനിയാ, ഞാൻ ആരാണെന്ന് നോക്കാന്നോ? ഈ കോളനിയിൽ എല്ലാവരും എന്നെ കൊടമംഗലം ആന്റി എന്നാ വിളിക്കുന്നേ. കൊടമംഗലം വീട്ടുപേര് ആന്റി അല്ലാന്നേ, അതാ എന്റെ സ്ഥലപ്പേര്. അതിനു മുമ്പ് പാലക്കാട് ആന്റിന്ന് എന്നെ വിളിച്ചിരുന്നേ. ഒത്തിരി സ്നേഹമുള്ളൊരു പാലാന്റിന്ന് എന്നെ വിളിക്കുമായിരുന്നു. കൊടമംഗലത്തെ 20 ഏക്കർ വിറ്റപ്പോഴേ ഞങ്ങാ പോലും പ്രതീക്ഷിക്കാത്തത്ര കാശല്ലേ കിട്ടിയത്. അന്നേരം ചേട്ടൻ അതിന്ന് കുറെ കാശെടുത്ത് ഈ പട്ടുസാരിയും കുറെ സ്വർണവും വാങ്ങിയെന്നേ. വേണ്ടെന്ന് പറഞ്ഞ് കേക്കണ്ടേ, നിനക്ക് വേണ്ടിയല്ലേ എല്ലാം ഉണ്ടാക്കുന്ന, വേറെ ആർക്ക് വേണ്ടിയാന്ന്. ഞാനും പിന്നെ വിചാരിച്ചു, എന്നാ ശരി, ചേട്ടൻ അതുകൊണ്ട് വിഷമാകണ്ടാന്ന്. ഈ സെയിം ഡയലോഗ് ഞാൻ ഏതോ പഴയ സിനിമയിൽ കേട്ടിട്ടുണ്ട്. സിനിമയിലോ? എത്ര പേരെ എന്നെ അഭിനയിക്കാൻ വിളിച്ചെന്നറിയോ? അല്ലേ, വാ 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 വാ. മിണ്ടാതിരിയാനിയാ, നിങ്ങളുടെ കാര്യമൊക്കെ എനിക്കറിയാന്നേ. ലവിങ് മാരേജ് ആയിരുന്നില്ലേ? വിമാനത്തിൽ കയറി ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്ക് 2 പേരും കൂടി ലൈനായതല്ലേ. നോക്ക്, ഞാനെന്താ പറയുന്നെന്ന് വെച്ചാലേ, അന്ന് ഇങ്ങനെ ഒരു അബദ്ധത്തിൽ കുടുങ്ങിയതുപോലെ ഇനിയും കുടുങ്ങാതിരിക്കാൻ നോക്കിക്കോണം. ഒരു തവണ ലവിൽ കുടുങ്ങിയാലേ പിന്നെ വീണ്ടും അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. മാഡം എന്തിനാണോ ഇപ്പൊ ഇങ്ങോട്ട്? എന്നോട് കാര്യം അന്വേഷിക്കാൻ നീ ആരാടാവേ? പണിക്കാരനല്ലേ? ഓണർ സംസാരിക്കുന്നിടത്തെ വേലക്കാരന് സംസാരിക്കാനുള്ള അവകാശം ആരാടാ തന്നത്? ഇരിക്കണം മാഡം. ഈ സോഫയിലോ? ഈ സോഫ എന്താ ഇങ്ങനെ ഇട്ടിരിക്കുന്നേ? കുഴപ്പമെന്താ? ആന്റിയുടെ സ്റ്റാറ്റസ് അറിയില്ലടാ. ആന്റിക്ക് സാധാരണ ഉള്ളൊന്നും പറ്റില്ലടാ, അല്ലേ ആന്റി? എന്ത് ഹീറ്റാ ഇവിടെ. ഫാൻ സ്പീഡ് കൂട്ടണോ? എന്തൊരു വിട്ടിത്തോടാ നീ ചോദിക്കുന്നത്? ഫാൻ ഇട്ട് എന്താകാനാ? ആന്റി ആരാണെന്ന് വിചാരിച്ചാ? റിച്ച് അല്ലേ, വലിയ റിച്ച്. അവരുടെ വീട്ടിൽ എരുമയെ പോലെ AC-യിലാ കിടക്കുന്നത്. ചാണകം വാരുന്ന പോലെ സ്വർണത്തിന്റെ പാത്രത്തിലാ. അങ്ങനെയുള്ള ആന്റിയോടാ തുക്കട ഫാന്റെ സ്പീഡ് കൂട്ടട്ടെന്ന് അവന്റെ ഒരു ചോദ്യം കേട്ടില്ലേ? വല്ല AC-യോ DC-യോ CC-യോ ഇട്ടെന്ന് ചോദിക്കണ്ടേ, അല്ലേ ആന്റി? കറസ്റ്റ്. നീ പറയുന്നത് കേൾക്കുമ്പോ നല്ല സുഖമുണ്ട്, പക്ഷെ കൊറേ കേൾക്കുമ്പോ ഏതാണ്ട് പോലെ. എന്റെ സ്റ്റൈൽ അതാ ആന്റി. സംസാരിക്കുമ്പോ നല്ല രസമായിരിക്കും, കുറെ കഴിയുമ്പോഴേ ഏതാണ് പോലെ തോന്നുന്നത്. എന്താണ് ഈ പറയുന്നത്? ആന്റി കാപ്പ് പിടിച്ച കറുത്ത് പോത്തില്ലടാ, അസൽ ഗ്രാമർ അതെയോ? ഞാൻ പണ്ട് മുതലേ ഇംഗ്ലീഷിൽ തീരെ പുറകോട്ടാ, അല്ലേ ബസു? ഒരുപാട് പോണ്ടതല്ലേ, വാ പോവാം. ഇന്ന് ഞങ്ങളുടെ വീട്ടിലൊരു പാർട്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട്, വിളിക്കാൻ വേണ്ടി വന്നതാ. ഇന്ന് ഞങ്ങളുടെ മാരേജ് ഡേ. വീണ്ടും കല്യാണോ? അയ്യോ, കല്യാണമല്ല, കല്യാണം കഴിഞ്ഞ ദിവസമാണ്. ചോറുകളൊക്കെ ഉണ്ടാ മാഡം? കഴുതേ, ആന്റി ആരാണെന്ന് വിചാരിച്ചേ? കോടമംഗലം ആന്റി അല്ലേ? അപ്പൊ കാര്യമായിട്ടുണ്ടാവില്ലേ? ഒരിടത്ത് ചൈനീസ്, ഒരിടത്ത് ഫ്രഞ്ച്, ഒരിടത്ത് ടർക്കി, വേറെ വേറെ കുക്ക. എല്ലാത്തിനും ഒത്തിരി പൈസ ആവൂലേ? എന്റെ അമ്മോ, നിന്റെ സഹിക്കുന്ന കാര്യം വലിയ കഷ്ടമാ. ഈ കൊച്ചിന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് സങ്കടം. നമുക്ക് പോവാൻ രമേ. പോയിട്ട് നമുക്ക് ഒരുപാട് VP-കളെ വിളിക്കാനുള്ളതാ. VP-കളല്ല, VIPs. അതെനിക്കറിയാം, നീ എന്നെ പഠിപ്പിക്കേണ്ട നാടക്കടി. നീ വരാൻ മറക്കല്ലേ അനിയാ? ശരി ആന്റി. നമ്മുടെ ബസ്സു അല്ലടാ? ശരിയാ. പാർട്ടിക്ക് എന്തായാലും പോണം. ആ കോടമംഗലം ആന്റിക്ക് ഒരു താങ്ക്സ് പറയണം. ഇങ്ങാട് നോക്കി, ഒരു നല്ല പടം പിടിച്ച്. വരൂ വരൂ, വെൽക്കം വെൽക്കം. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ജോലികൾ മാറ്റി വെച്ച് ഞങ്ങളുടെ മാരേജ് യൂണിവേഴ്സിറ്റിക്ക് വന്നതിൽ വലിയ സന്തോഷം. യൂണിവേഴ്സിറ്റി ആനിവേഴ്സറി. അത് എനിക്കറിയാം, നീ നിന്റെ കാര്യം നോക്ക്. താങ്ക് യു താങ്ക് യു താങ്ക് യു. ആ പെണ്ണുമ്പിളയുടെ ബെഡായി സൈക്കിൾ നോക്കുമ്പോ ഓടി രക്ഷപ്പെടാൻ. അല്ലേ, വരൂ വരൂ. താങ്ക് യു. അറേഞ്ച്മെന്റ്സ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഈ ഫംഗ്ഷനെ വല്ല താജില മറ്റോ വെച്ച് നടത്താന്നാ. നമ്മുടെ കോളനിയിലുള്ളവരെല്ലാം മിഡിൽ ക്ലാസ് ഉള്ളവരല്ലേ, അവര് സ്കൂട്ടറിലോ ഓട്ടോയിലോ വന്നാ നമ്മുടെ പെസ്റ്റീജ് പോയില്ലെന്ന് വെച്ചാ. അതെയോ? സ്റ്റാർ ഹോട്ടലായ പോക്കറ്റ് കാലിയാന്ന് വെച്ചല്ലേ ഫംഗ്ഷൻ ഇവിടെ ആക്കിയത്. ഡാ മോനെ, സൂചി കേട്ടിട്ട് പാര കെട്ടല്ലേ? പാര കേട്ടെ അടുത്ത് പന കയറ്റുന്നവനാളിയാ. ഇയാളെന്തിനാ ഇങ്ങനെ കൂടെ പിടിച്ച് ചേർത്തിരിക്കുന്നത്? നിങ്ങളുടെ വേലക്കാരനാ? ചീ, വേലക്കാരനല്ല, എന്റെ ഭർത്താവാ കൃഷ്ണകുമാർ. ഓരോ പുരുഷന്റെ വിജയത്തിന്റെ പിറകിലും ഒരു സ്ത്രീ ഉണ്ടാകുന്ന പറയാറില്ലേ? എന്റെ വിജയത്തിന്റെ പിറകിൽ എന്റെ ഭാര്യ ഉള്ളത്. ആഹാ, ഒരു ഭാര്യയായപ്പോ തന്നെ ഇത്രയും സമ്പാദിച്ചു. അപ്പൊ വേറൊരു ഭാര്യ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ഇങ്ങേർക്ക് ഞാൻ തന്നെ കൂടുതലാ. അല്ലേ, ഈ സാരിക്ക് എന്തോ 3.5 ലക്ഷം. 3.5 ലക്ഷം? എനിക്ക് അത്രയും വിലയുള്ളതില്ലല്ല. അങ്ങനെ പറഞ്ഞെന്നെ പറ്റിക്കാൻ നോക്കണ്ട. 3.5 ലക്ഷത്തിനൊക്കെ സാരി ഉണ്ടോ? സാരിയുടെ കൂടെ ഒരു ഡയമണ്ട് നെക്ലസ് കൂടെ ഉണ്ടായിരുന്നു. ഇതേ ഞങ്ങളുടെ നാട്ടിലെ ആണുങ്ങളൊക്കെ ആഹാരത്തിന് മുമ്പ് കുടിക്കാറുള്ള സാധനമാ. എന്താ ഇത്? ബംഗു. ബൊങ്ക? ബൊങ്കുന്നല്ല, ബംഗു എന്ന് പറയണം. ഇതെന്താ ഒരുമാതിരി ചുണ്ണാമ്പ് കലക്കിയ പോലെ? അതൊന്ന് കഴിച്ചു നോക്ക്, നല്ല രസമായിരിക്കും.
കൊള്ളാലോടാ. എന്താ വസു ഇത്? കഴിച്ചില്ലേ ആന്റിക്ക് ഫൂളാവില്ലേ? പൂളല്ലോ ഫീല്. ഞാൻ ഇംഗ്ലീഷ് കുറച്ച് ലീക്ക് ആന്റി. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വരുമെന്ന് നോക്കട്ടെ. ഇത് കുഴപ്പാകും. നിങ്ങൾ കഴിക്കേ, നടക്ക്. പാർട്ടി അല്ലേ വസു? എപ്പോഴില്ലല്ലോ, വല്ലപ്പോഴല്ലേ? ആ പ്ലീസ് പ്ലീസ് വസു. ഇന്നൊരു ദിവസത്തേക്ക് വിട്ടേക്കതെ. ഓക്കെ ഓക്കെ വസു. ഓക്കെ 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 അളിയ എൻജോയ്. ബബിൾ അടിച്ചോ അണ്ണാ. കഴിക്കണ്ണ, നല്ല തണുപ്പുണ്ട്. തലയും തട്ടട്ടെ. അത് തന്നെ നല്ലത്. തോറ്റു പോയില്ലേ? അല്ലെങ്കിലും തോക്കുന്നതാണല്ലോ നമ്മുടെ ടീമിന്റെ സ്ഥിരം ശീലം. കെട്ടി ഒരുങ്ങി അങ്ങോട്ട് പോകും, അടിയും അടിച്ചോണ്ട് തിരിച്ചും വരും. അണ്ണാ, ആ ശരത് പവാറിനോട് പറഞ്ഞു ടീമിനെ മാറ്റിക്കളയണം. മാറ്റേണ്ടത് ആ ടീമിനെ അല്ലടാ, പിന്നെ നമ്മുടെ ടീമിനെയാ. എന്റെ കയ്യിലാ കിട്ടിയിരുന്നെങ്കിൽ മറ്റേ കാലിലൂടെ അങ്ങ് പോയേനെ. ഇനി എന്റെ നേരെ വന്നോ? അന്ന് നിന്നെ ഒരു തല്ലിയപ്പോ മുഴുവൻ 4 അല്ലായിരുന്നോ? നിന്റെ ചേട്ടനെ അടിച്ചപ്പോഴായിരുന്നു. എല്ലാം 6 അല്ലേ? അതിന്റെ ഇടയിൽ ഒരു നോബാള്. എന്നാലെന്താ, അടിച്ചതും 6. ശരിയാണ്, അണ്ണൻ പറഞ്ഞതാ കറക്റ്റ്. നമ്മുടെ ടീമിന്റെ ബൗളിംഗും ശരിയല്ല. അവനെ ഔട്ടാക്കാനേ പറ്റില്ല. കേട്ടവനെ, നായാട്ടിന് പോലും ചില പ്ലാനിങ്ങുകളൊക്കെ വേണമടാ. മാനിനെ പോലെ ആകരുത് സിംഹത്തെ വേട്ടയാടുന്നത്. എനിക്ക് സിംഹത്തെ വേട്ടയാടുന്നവനെയാടാ വേണ്ടത്. ഡാഡി, മിനിസ്റ്റർ വന്നിട്ടുണ്ട്. ഡാഡി, അവനെവിടെ? വരില്ലെന്ന് പറഞ്ഞു. നീ എന്ത് ചെയ്തു? പട്ടിക്ക് കൊടുക്ക. ഇതൊക്കെ തൊണ്ടി വയ്ക്ക. എത്തേണ്ടടുത്ത് തന്നെയാ ഞാൻ എത്തിയത്. പറയൂ. ഹലോ. എന്താടി ഫോൺ എടുക്കാൻ എത്ര താമസം? പേടിച്ചിട്ട്. നിങ്ങൾ കൊണ്ടുവന്ന ബന്ധം വേണ്ടെന്ന് വെച്ചിട്ട് പ്രേമിച്ച് കല്യാണം കഴിച്ചതല്ലേ? ഇനി എനിക്ക് എന്തു പറ്റാനാ? മനസ്സിലാവുന്നില്ലേ? വേഗം വീട്ടിലേക്ക് വാ. ഏയ്, എന്താ പറഞ്ഞത്? ഞാൻ കല്യാണം കഴിച്ചത് എഞ്ചിനീയറെ അല്ല, വലിയൊരു റൗഡിയാണ്. എന്ത് പറ്റി വസു നിനക്ക്? എനിക്കിപ്പോഴും മാറ്റമൊന്നുമില്ല. നിങ്ങളല്ലേ വീണ്ടും ഫാക്ഷനിസ്റ്റ് ആവാൻ നോക്കുന്നത്? ഏയ്, ഫാഷൻ ഇതുമായിട്ട് ബന്ധം എന്താ? ആരെങ്കിലും തമ്മിൽ വഴക്കുണ്ടായാ അതിന് നിങ്ങൾക്ക് ഇടപെടേണ്ട കാര്യമുണ്ടോ? എന്താ? അവർ പാർട്ടിക്ക് വിളിച്ച് അവിടെ ചെല്ലാം, കഴിക്കാം. പക്ഷെ അവർക്കൊരു ആപത്തുണ്ടായി സഹായിക്കാൻ പാടില്ല, അല്ലേ? നിങ്ങളെ പോലെ ഈ കോളനിയിൽ വേറെ ആൾക്കാരുണ്ടല്ലോ. അവർക്കാർക്കും ഇല്ലാത്ത തിളപ്പ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായത്? നിങ്ങളുടെ ബ്ലഡ് അതായതുകൊണ്ടാ. നിങ്ങളുടേത് ഫാക്ഷൻ ഫാമിലി ആയതുകൊണ്ടാ. ഏയ്, നീ ഇതിലേക്ക് ഫാമിലി വലിച്ചെടുക്കുന്നത് എന്താ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്താ വെറുതെ ഞങ്ങൾ എല്ലാവരും വഴക്കുണ്ടാക്കാൻ നടക്കുക? എന്തൊക്കെ പറഞ്ഞാലും ഈ കോളനിയിലുള്ളവരെല്ലാം ലാൻഡ് സെറ്റിൽമെന്റിന് നടക്കുന്ന ഒരു റൗഡി ആയിട്ട് മാത്രം നിങ്ങളെ കാണുന്നുള്ളൂ. ഞാൻ റൗഡിയാണെന്ന് നീയേ പറയുള്ളൂ. ദൈവമാണെന്ന് അവർ പറയുന്നത്. അവരുടെ ഭർത്താവിനെ രക്ഷിച്ചോണ്ടാവും അവരങ്ങനെ പറയുന്നത്. അച്ഛന് വേണ്ടി നാട്ടിലുള്ളവർക്ക് വേണ്ടിയൊക്കെ ഇന്ന് നിങ്ങൾ കൊടുക്കുന്ന ഓരോ തല്ലിനും നാളെ ഒരു തിരിച്ചടി ഉണ്ടായ ഞാൻ ഏത് ദൈവത്തെ വിളിക്കേണ്ടത്? അവന്മാർ വന്ന് എന്നെ വല്ലതും ചെയ്തു കളയുന്ന? ചെയ്യത്തില്ലെന്ന് എന്താ എത്ര ഉറപ്പ്? അത്രയ്ക്ക് തന്നെ ഉള്ളമാർ വരട്ടെ. തുളസി വേണ്ട. ഞാൻ പറയുന്നത് പുലി. പുലിയെ വേട്ടയാടാനൊരു പ്രത്യേക രസമാ. ഞാൻ നിങ്ങളുടെ ആൾക്കാരെ തല്ലി. നിങ്ങൾ എന്നെ തല്ലാൻ വേണ്ടി വന്നല്ലേ? തല്ലിക്കോ.
ഏയ്, ഏയ് നിർത്തടാ. ഏയ് നിർത്തട്ടെ. മതി. പുലിയേടാ കൊല്ലേണ്ടത്, പട്ടിയല്ല. വാടാ. അളിയ 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 എന്തു പറ്റി അളിയ? അവന്മാരെന്തിനാ അളിയനെ ഇങ്ങനെ തല്ലിയത്? അവന്മാർ വേണ്ടടാ, ഒന്ന് നേടണമെന്നുണ്ടെങ്കിൽ മറ്റൊന്ന് നഷ്ടപ്പെടണ്ടേ? ഭാര്യയാണ് എനിക്ക് വേണ്ടത്. വഴക്കൊന്നും നമുക്ക് വേണ്ട. I'm sorry. ഏയ് കുട്ടാ, അച്ഛനെ നോക്കടാ. നോക്കി. ഹായ്, മരുമോനെ. കൈയും കാലും കഴുകിയിട്ടാണോ വന്നത്? അതെന്തിനാ അളിയ? ഇൻഫെക്ഷൻ ആകില്ലടാ. അമ്മോ, നാളെ ഞാനും കല്യാണം കഴിച്ച് എനിക്കും ഇതുപോലെ പിള്ളേരൊക്കെ ഉണ്ടാവും കേട്ടോ. എന്തായാലും എന്റെ അനന്തരവനല്ലേ, അവന്റെ പേരിൽ അമ്പലത്തിൽ വഴിപാട് നടത്തിയിട്ട് വരുക. പ്രസാദം തൊഴിച്ച ഇൻഫെക്ഷൻ ആവോ? ശരി, തൊട്. താങ്ക് യു അളിയ. അതിന്റെ കൂടെ ഈ ബില്ലും കൂടെ ഒന്ന് സാങ്ഷൻ ആക്കി തരണം സാർ. അല്ല, ഈ മാസ്ക് എന്തിനാ? ഇൻഫെക്ഷൻ ആവാതിരിക്കാനാണ് സാർ. ഈ ബില്ല് എന്തിന്റെ? അത് നടത്താൻ പോകുന്ന പാർട്ടിക്ക് 10,000 രൂപ ബഡ്ജറ്റ് ഫിക്സ് ചെയ്ത സാർ. 10,000? കല്യാണ പാർട്ടിക്ക് പോലും ഇത്ര ഇല്ലായിരുന്നല്ലോടാ. അതായത് കല്യാണം എന്ന് പറയുന്നത് പരീക്ഷയാണ് സാർ. കുട്ടികൾ ഉണ്ടാകുന്നതല്ലേ എന്റെ റിസൾട്ട്. റിസൾട്ട് വന്നതിന് ശേഷം അല്ലേ കാര്യമായിട്ടൊന്ന് ആഘോഷിക്കാൻ പറ്റൂ. അല്ലേ മാഡം? ശരി ശരി, ബുദ്ധിമുട്ടായില്ല സാർ. ചെന്ന് അടിച്ചു പൊളിക്കല്ലേ. Cheers. എപ്പോഴും പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞ് നടന്ന ഡ്യൂട്ടി എപ്പോ ചെയ്യടാ? പാർട്ടിയും ഒരു ഡ്യൂട്ടി ആയിട്ട് കാണുക എന്നതാണ് എന്റെ സ്റ്റൈൽ. ഒടുവില് ഡ്യൂട്ടി വീട്ടിലാവരുത്. അത് പോട്ടെ, മോന്റെ ബർത്ത്ഡേ ഇനി എന്നാ? ജനിച്ചിട്ട് ഒരു ദിവസം പോലും കഴിഞ്ഞില്ലല്ലോടാ. ഒരു വർഷം ഉണ്ട് ഇനി. അപ്പൊ പാർട്ടിക്ക് നല്ല ഗ്യാപ്പ് ആവുമല്ലോ. നിങ്ങളുടെ ബർത്ത്ഡേ എന്നാ? എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ. ഹലോ. എന്റെ ആളിയനെ കൈവയ്ക്കുമല്ലടാ കള്ള പന്നി. നിന്റെ കൂടെ വന്നവ എവിടെ പോയടാ? അവ അടിച്ച് വാളും വെച്ചാ ബാത്റൂമിനകത്ത് കിടപ്പുണ്ട്. ബാറ് പൂട്ടുന്നതിന് മുമ്പ് വേണേ അവരെടുത്ത് വെളിയിൽ ഇട്ടോളും. ഇത് അവന്റെ സ്ഥിരം പണിയാണ്. എനിക്ക് വയ്യ. അവൻ ക്ലീൻ ഇനി എന്താ വേണ്ടത്?